ഹരിയാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. 90 മണ്ഡലങ്ങളിലായി 1031 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. കോൺഗ്രസും ബിജെപിയും തമ്മിൽ നേർക്കുനേർ മത്സരിക്കുന്ന സംസ്ഥാനത്ത് ജെജെപി ഉൾപ്പെടെയുള്ള പ്രാദേശിക പാർട്ടികളും നിർണായക സാന്നിധ്യമായി ഉണ്ട്. അനൂപ് ദാസ് ഗുരുഗ്രാമിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ തത്സമയം ചേരുകയാണ്. അനൂപ്, ഈ മണിക്കൂറുകൾ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ഉണ്ട്, പോളിംഗ് എങ്ങനെയുണ്ട്? മികച്ച പോളിംഗ് ശതമാനം എന്ന വിലയിരുത്തലാണ് പൊതുവെ വരുന്നത്. രാവിലെ 9 മണിവരെയുള്ള കണക്ക് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളൂ. അത് 10%, 2 മണിക്കൂർ കൊണ്ട് 10% പേർ വോട്ട് ചെയ്ത് പോയി. മാത്രമല്ല, കോൺഗ്രസ് ബിജെപി തുടങ്ങിയിട്ടുള്ള പാർട്ടികളെ പ്രധാന നേതാക്കൾ പറയുന്നത് പ്രകാരം എല്ലായിടത്തും മികച്ച പോളിംഗ് ഉണ്ട്. അതിൽ കോൺഗ്രസ് നേതാക്കളാണ് പറയുന്നത് മികച്ച പോളിംഗ് ഞങ്ങൾക്ക് വലിയ വിജയം സമ്മാനിക്കും എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടത് കോൺഗ്രസിൻ്റെ ഒരു ബൂത്താണ് ഇവിടെയുള്ള. നമുക്ക് പോളിംഗ് സ്റ്റേഷനിലേക്ക് കൂടി പോകാം. ഇതൊരു ഗ്രാമീണ മേഖലയാണ്. ഇവിടെ ആളുകളൊക്കെ കാര്യമായി വന്ന്, ദൃശ്യങ്ങൾ നോക്കിയാൽ കാര്യമായി വന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ 10 വർഷത്തെ ഭരണം ബിജെപി നടത്തിയതിനു ശേഷം ഭരണവിരുദ്ധ വികാരമുണ്ട് കാര്യമായി എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട്. ബിജെപി ഭരണ തുടർച്ചയും പറയുന്നു. മാത്രവുമല്ല, മറ്റെല്ലാ ഇടങ്ങളിലും, ഈ ഹരിയാനയിലെ എല്ലാ സ്ഥലങ്ങളിലും സമാധാനപരമായിട്ടാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. ഏക പ്രശ്നം കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചത് ഭിവാനിയിലാണ്. അവിടെ SP ബിജെപിക്ക് വേണ്ടി പണിയെടുക്കുന്നു. അയാളെ ഉടനെ തന്നെ നീക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ. ഔദ്യോഗികമായ അല്പസമയത്തിനകം പരാതി നൽകും. ഇവിടെ നമുക്ക് പോളിംഗ് ബൂത്തിലെ ക്യൂ കാണാം. നീണ്ട നിര തന്നെ കാണാം. നോക്കൂ, സ്ത്രീകളുടെ വരിയാണ് കൂടുതലുള്ളത്. വനിതാ വോട്ടർമാർ ഇവിടെ ഹരിയാനയിൽ കുറവാണ്. 95 ലക്ഷം വനിതാ വോട്ടർമാരും 1,02,00,000 പുരുഷ വോട്ടർമാരുമാണുള്ളത്. പക്ഷേ ഇവിടെ വനിതാ വോട്ടർമാർ കാര്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്ന കാര്യം നമുക്ക് പറയാൻ കഴിയും. എന്തായാലും 20,500ഓളം പോളിംഗ് ബൂത്തുകൾ, 1031 സ്ഥാനാർത്ഥികൾ. കോൺഗ്രസും ബിജെപിക്കും പുറമെ ആം ആദ്മി പാർട്ടി ശക്തമായി എല്ലാ മണ്ഡലങ്ങളിലും രംഗത്തുണ്ട്. JJP ഉണ്ട്, INLD BSP സഖ്യമുണ്ട്. ഇങ്ങനെ അതിശക്തമായ മത്സരം കാര്യമായി തന്നെ നടന്നയിടത്ത് പോളിംഗ് ശക്തമായി നടക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒരു പ്രതികരണം നേടാം. ദീദി, कैसे? ठीक है भाई। चुनाव कैसे चल रहे? बहुत बढ़िया। कौन सा पार्टी जीतेगा? हमारे लिए तो जाएगा, पता जो जीतेगी वो जीत जाएगी। നേരിട്ടുള്ളൊരു പ്രതികരണത്തിന് വേണ്ടി തയ്യാറില്ല. എന്തായാലും ആളുകൾ സജീവമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് ജനങ്ങൾ ഏറ്റെടുത്തു. കാര്യമായി പോളിംഗ് ഉണ്ട്. ശരി, അനൂപ് ദാസ് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്നാണ് തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.